തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വീട്ടമ്മയുടെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാവ് ഒളിവിൽ തുടരുകയാണ്. കൗൺസിലർ കൂടിയായ ജോസ് ഫ്രാങ്ക്ലിനെതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തി പോലീസ് കേസെടുത്തിരുന്നു. പ്രതിക്കായാൽ അന്വേഷണം തുടരുന്നുവെന്നാണ് നെയ്യാറ്റിൻകര പോലീസിന്റെ പ്രതികരണം. ആത്മഹത്യാ പ്രേരണയ്ക്ക് പുറമെ ലൈംഗികാതിക്രമത്തിനും പ്രതിക്കെതിരെ പോലീസ് വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റം, ലൈംഗികാതിക്രമം, പിന്തുടർന്ന് ശല്യപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് DCC ജനറൽ സെക്രട്ടറിയും കൗൺസിലറുമായ ജോസ് ഫ്രാങ്ക്ലിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ജോസ് ഫ്രാങ്ക്ലിൻ ഒളിവിൽ പോവുകയായിരുന്നു. പ്രതി കൊച്ചിയിലേക്ക് കടന്നെന്നും വിലയിരുത്തുന്നുണ്ട്. മരണപ്പെട്ട സരിതകുമാരിയുടെ ആത്മഹത്യാക്കുറിപ്പിന്റെയും മക്കളുടെ മൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് നെയ്യാറ്റിൻകര പോലീസ് കോൺഗ്രസ് നേതാവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. ജോസ് ഫ്രാങ്ക്ലിൻ തന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്നും ലൈംഗിക താൽപര്യങ്ങൾക്ക് നിർബന്ധിക്കുന്നുവെന്നും ബുദ്ധിമുട്ടിക്കുന്നുവെന്നുമാണ് മകനായി എഴുതിയ കത്തിൽ വീട്ടമ്മ പറയുന്നത്. ബേക്കറിയുടെ ആവശ്യത്തിനായി വായ്പ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ജോസ് ഉപദ്രവിച്ചു എന്നും ആരോപണമുണ്ട്. അമ്മ മരിക്കുന്നതിന് മുൻപ് ഇക്കാര്യങ്ങൾ പങ്കുവച്ചതായാണ് മക്കളും പോലീസിന് മൊഴി നൽകിയത്. കഴിഞ്ഞ ആഴ്ചയാണ് മുട്ടക്കാട് സ്വദേശിയായ സരിതകുമാരി തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്നത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.